ഹരേ കൃഷ്ണ. വിഷ്ണുമാസമായ ചൈത്രമാസത്തിൽ വീണ്ടുമൊരു ഏകാദശി കൂടി. 2026 മാർച്ച് 15 ഞായറാഴ്ചയും മലയാള മാസം മീനമാസം 1 ഹിന്ദുമാസമായ ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി പാപമോചിനി ഏകാദശി. പേര് കേൾക്കുന്ന പോലെ തന്നെ എല്ലാ പാപങ്ങളും ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മങ്ങളിലും ചെയ്ത പാപങ്ങളില്ലാതാക്കുന്ന ഏകാദശി. അതുപോലെ ഒരു വർഷത്തിൽ നമ്മൾ എടുത്ത 24 അല്ലെങ്കിൽ 25 ഏകാദശികളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാതാക്കുന്ന ഏകാദശി. ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല. നമ്മുടെ ഏകാദശിയുടെ ഏറ്റവും പുണ്യമുഹൂർത്തമായ ഹരിവാസര സമയം വരുന്നത് 15 വെളുപ്പിന് 3:23 മുതൽ പകൽ 3:23 വരെയാണ്. അതുപോലെ പാരണ സമയം വരുന്നത് 16 രാവിലെ 6:38 മുതൽ 9:01 വരെയാണ്. സൂര്യോദയം അനുസരിച്ച് ചില മാറ്റങ്ങൾ വരാം. 6:29 to 8:53, 6:30 to 8:54, അങ്ങനെ ഓരോരോ മിനിറ്റുകളൊക്കെ മാറി മാറി വരാം. പക്ഷേ നമ്മൾ 6:30 മുതൽ 9 മണിക്കുള്ളിൽ പാരണ വീടുക. ദ്വാദശി അവസാനിക്കുന്നതിന് മുമ്പ് പാരണ വീടുക. ഈ പ്രാവശ്യം മഹാദ്വാദശി വ്രതമാണ്. ദ്വാദശി അവസാനിക്കുന്നത് 16 രാവിലെ 9:41 എല്ലാവർക്കും ഭഗവാൻ നാരായണന്റെ, ആ ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹമുണ്ടാകുവാനായിട്ട് ഏകാദശി വ്രതം നോക്കുക. സർവ്വരോഗങ്ങളിൽ നിന്നും മുക്തനായി സർവ്വ ഐശ്വര്യവും കൈവരുവാനായിട്ട് ഏകാദശി വ്രതം എല്ലാവരും അവരവരാൽ കഴിയുന്നത് പോലെ അനുഷ്ഠിക്കുക. ഹരേ കൃഷ്ണ.